ഓ സെറ്റ് കണ്ടോ? അത് പോയപ്പോൾ ഈ പാനൽ ഗ്യാപ്പ് അടഞ്ഞുണ്ടോ? ഓ ഇതിൻ്റെ അത് പോയില്ലേ പെയിൻ്റ് അടിയിൽ തുറന്നിട്ടുണ്ടല്ലോ. നമ്മുടെ ഒരു ഷെയർ വെച്ചിട്ടുണ്ട് അല്ലേ? മറ്റേ വേറെ നോക്ക് മുതലാളി കാണിച്ചിട്ടാണ്. ഓക്കെ ഓ സെറ്റ് ബാറ്ററി മാറ്റിയില്ലേ? രണ്ടിനുണ്ടൊരു ഇളക്കമുണ്ട്. വീഴുന്നില്ലേ? ആ അതേലും മറ്റേതിലല്ലേ? അതല്ല മറ്റേതിലാണ്. ഏതാണെന്നറിയോ? മിസ്റ്റർ മരുമകനിലാണ് അല്ലേ? മറ്റേ ഹംസയായിട്ട് വരുന്നല്ലേ? അല്ലല്ലേ? ഡോറും പിടിച്ച് കാരണം തരുന്നല്ലോ. അത് കുറച്ചു നേരം അടയും, പിന്നെ പഴയ പോലെ ആവും. ഇലക്കി ലോക്ക് വേണം പറഞ്ഞു. അടച്ചേക്കാം. അതെ അതെ അതെ. അന്ന് നമ്മള് വാങ്ങിച്ചു കൊടുത്തത് ഇത് പണിയായിട്ട്. അപ്പൊ നമുക്ക് നോക്കാം വേറെ നല്ലത് ഏതെങ്കിലും കിട്ടുമോന്ന്. നമ്മുടെ സ്റ്റീം നമ്മള് തിരിച്ചെടുക്കാണ്. നമ്മൾ നേരെ ഇങ്ങോട്ടേക്ക് തിരിച്ചു കയറ്റാനാണോ എങ്ങനെയാ? ഇതെന്തിന്റെ ഒച്ച ചെയ്ത്? അത് തന്നെയാണ് അല്ലേ? അത് ആ ഒന്ന് നോക്കിയേക്കെ. കാരണം
കിട്ടും. ഞാൻ ആ വണ്ടി എടുക്കാം. എന്നാ പോയേക്കുവാ. താങ്ക് യു. ഇനി എന്തേലും വേറെ വണ്ടികളും കൊണ്ട് വരാം ഒരു സമയത്ത്. താങ്ക് യു. കാണാം. കഴിയിക്കണമെങ്കിൽ കൊച്ചുകൂടി തവിട്ടോ ആ വാക്സിന്റെ പാടുകളൊക്കെ ഉണ്ട്. അത് ശരിയായിക്കോളൂ. ഒന്നേ കളർ അങ്ങനത്തെ ഏറ്റവും വലിയ പ്രശ്നം. പോയേക്കുവന്ന ഡിക്ക് ശരിയായില്ലല്ലോ. ഡിക്കി ആയിട്ടില്ല. അതൊന്ന് അവിടുന്ന് താഴെ ആക്കണം. ഇത് അടി തട്ടുവോ? ഇല്ല നല്ല സുഖമുണ്ട് ഓടിക്കാൻ. നല്ല സ്മൂത്താ. ബൂട്ടിന്റെ ലോക്കിനെന്തോ ലാച്ചിനെന്തോ കുഴപ്പമുണ്ട്. അപ്പോൾ അതൊന്ന് ശരിയാക്കണം. 5 മിനിറ്റ് ഫിക്സ്. എന്തായാലും നമ്മുടെ വണ്ടി കാത്തിരിപ്പിന് ഉള്ളതുണ്ട്. മാരുതി ഇതാണ് സാൻഡ്രോ. ഉൾവർക്കൊക്കെ ശരി. അവനോടൊന്ന് ചോദിച്ചോക്കാൻ പറയണം. കേബിളും ലോക്ക് സ്റ്റക്ക്, കേബിൾ സ്റ്റക്ക് ആവുന്നത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. നോക്കട്ടെ തൽക്കാലത്തേക്കെങ്കിലും. കേബിൾ വല്ലാതെ സ്റ്റക്കായി പോകും. വേറെ നോക്കാം. തൽക്കാലത്തേക്ക് മറ്റേ വണ്ടിയുടെ എങ്ങാനും ഇടാൻ പറ്റുമോ? ഐസ്ക്രീമിൻ്റെ എങ്ങാനും. അതല്ല, നമ്മുടെ മറ്റേ പച്ച ഐസ്ക്രീമിൻ്റെ തൽക്കാലത്തേക്ക് ഒന്നും നടന്നില്ലേ? കൊണ്ടുവന്നില്ല. പോയില്ല.
കേബിളിന്റെ വർക്കിംഗ് കറക്റ്റ് വരാത്തതിനെ കൊണ്ടുള്ളൊരു പ്രശ്നമാണ്. ഇതിന്റെ എസ്റ്റിമിന്റെ തന്നെ സെപ്പറേറ്റ് ലോക്കാ കേബിളും വേണം. കേബിൾ ഇത് വലിയ കേബിളാണ് കിട്ടാൻ. അതിന്റെയാണ് പ്രശ്നം. അതിന്റെ കേബിൾ കുടുങ്ങി പോകുന്ന കേബിൾ ഇതാകുമ്പോൾ ഇനി അതിന്റെ കൂടെ ലോക്കും കൂടെ വാങ്ങിയാൽ സ്മൂത്തായി. എത്രയാണ് ഇത് പക്ഷെ കിട്ടുമെന്നുള്ളതാണ്. ഇല്ലെങ്കിൽ ഏതെങ്കിലും പഴയ വണ്ടികൾ എവിടെയെങ്കിലും ഓർഡർ ചെയ്തിട്ട് ഇപ്പൊ ജോബനെ ഒന്ന് വിളിച്ചു നോക്കി. ജോബൻ ഡൽഹിയിൽ ഉണ്ട്. അവിടെ ഡൽഹിയിലെ കിട്ടാൻ ബുദ്ധിമുട്ടായില്ലേ? അങ്കിളെ നമുക്ക് ഒരു സംശയം, ഈ ഏരിയ ഇതിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം ലീക്കാൻ സാധ്യത ഉണ്ടല്ലോ, കുഴപ്പമുണ്ടാവില്ല. പഴയ വണ്ടികൾ എവിടെയെങ്കിലും കട്ടിയും കൂടെ വരില്ല. ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് നല്ല കേബിളാണ്. ഇത് റിട്ടേൺ പോകണം. കൊറേ നമ്മളെ പഴയ കാലത്തുള്ള പെയിന്റ് ബീഡിങ്ങിലുള്ള ഇതൊന്നും പോകില്ല. ഇതൊക്കെ പഴയ അവിടെ ലിവർ തള്ളി പരമാവധി പോലെ എന്തെങ്കിലും ഓർഡർ ചെയ്തിട്ട് ഇതിട്ടിട്ടാണെങ്കിൽ ഡാഷ്ബോർഡ് ഒന്ന് തുടച്ച നാളെ കളർ വരും. ഡാഷ്ബോർഡ് തുറക്കുന്നില്ല. അതുകൊണ്ടുള്ള അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചാൽ വേണമെന്നില്ല, കുഴപ്പമില്ല. എന്തായാലും ഇതേമാതിരി കളറാവും. മനസ്സിലായി. ലാസ്റ്റ് പോകുമ്പോ വണ്ടി ഇട്ട് കൊടുക്കുന്നതാണ്. ഇത് വെച്ചാൽ അങ്ങനെ തോന്നുന്നു തുടച്ചത്. ഇതൊക്കെ തുടച്ചു കഴിഞ്ഞാൽ നല്ല കളർ വരും. ഇതേമാതിരി വരും. ഇതേമാതിരി വരും. പ്ലാസ്റ്റിക് സാധനങ്ങളിലൊക്കെ തേച്ച് കഴിഞ്ഞാൽ കളർ വരും. നമ്മുടെ ഒരു മാറ്റ് ഉണ്ടായിരുന്നു വണ്ടിയുടെ കൂടെ തന്നെ, അത് മേലെ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു റബ്ബറിൻ്റെ ഒക്കെ കറുത്ത മാറ്റ് ഉണ്ട്. മേലുണ്ട്, കെട്ടി വെച്ചിട്ടുണ്ട്. കണ്ടായിരുന്നു ഞങ്ങൾ അന്ന് കഴിഞ്ഞ ദിവസം ഒരു സാധനം എടുക്കാൻ വേണ്ടി വന്നപ്പോൾ. വേറെ എന്തെങ്കിലും ഉണ്ടോ? വേറെ പിന്നെ മറ്റേ അവനന്നത് പറയുകയും ചെയ്തു. രണ്ട് കഷ്ണമായി പോയത്. അത് മറ്റേ ഇതിന് പ്രശ്നം ഉണ്ടാവും നമ്മളെ കാണിക്കുമ്പോ എന്തെങ്കിലും. അതാണ് ഇനിയിപ്പോ അതാണ് അടുത്ത പട്ടി ദിവസം എന്തൊക്കെയാണ് നടക്കും പറഞ്ഞത്. ഇല്ല നമുക്കതല്ല, ഗ്യാസ് ഊരിയന്റെ അത് കട്ട് ചെയ്തേ ഉള്ളൂ. നിങ്ങൾ പോകുമ്പോൾ ഒരു അപേക്ഷ ചെയ്തിട്ട് ഗ്യാസ് ഒഴിവാക്കി എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് ഞാൻ ഇപ്പൊ കഴിഞ്ഞ ദിവസം വണ്ടി ചെയ്താൽ ഗ്യാസ് ഒഴിവാക്കിയിട്ട്. അപ്പൊ ആർസിയിൽ ഗ്യാസ് ഉണ്ടല്ലോ. അപ്പൊ എന്നോട് പറഞ്ഞൊരു അപേക്ഷ എഴുതി കൊണ്ടാ ഗ്യാസ് വണ്ടിയെന്ന് ഒഴിവാക്കി. അപ്പൊ അടുത്ത ആർസി വരുമ്പോൾ ഗ്യാസ് ഉണ്ടാവില്ല. നമ്മൾ എഴുതി കൊടുത്താൽ മതി. ഇന്റീരിയറും കാര്യങ്ങളൊക്കെ അതാണ് ആകെയുള്ള അതാണ്. അപ്പൊ അല്ലെങ്കിൽ അപ്പുറത്തെ കടയിലുണ്ട്. അവിടെ നിന്ന് ഇവിടെ ഉണ്ടോ നോട്ടെ. ഇല്ലാ കടയിൽ പവർ സ്റ്റിയറിംഗ് വല്ല കേട്ടോ. ഹൈഡ്രോളിക് തന്നെ വേറെ അപ്പൊ വരും. ഓയിൽ നോക്കാൻ പോയിണ്ടോ? ഒഴിക്ക്. ഞാൻ വെച്ചാ പാതി ചെറു ഫുൾ സർവീസിനൊക്കെ പോകും. ഇതേ വേണ്ട ഈ പോളിഷ് ചെയ്യാൻ വേണ്ടി അവർ വാഷ് ചെയ്യുന്നുണ്ട്.
അപ്പൊ അതിന്റെ ഈ വെള്ളം ഇങ്ങനെ വലിച്ചിറങ്ങുന്നതാണ്. ഒരു ടയർ കട്ട് ചെയ്ത് കളയാണല്ലോ പേപ്പർ കൂട്ടിയിട്ട്. ബില്ലിന്റെ കാര്യങ്ങള് അന്ന് എഴുതി വെച്ചിട്ടുണ്ടല്ലോ ഇവിടുത്തെ വൈപ്പറും നാളത്തെ ഇടവേളയ്ക്ക് ഹിന്ദുചൂടം വീണ്ടും പുറത്തിറങ്ങുന്നു അല്ലേ? ഹിന്ദുചൂടം പുറത്തിറങ്ങി അങ്ങനെ നമ്മുടെ വണ്ടി നമുക്ക് സ്വന്തമായി. 5 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം വെച്ചാൽ പറഞ്ഞില്ല ഇന്ദ്രചൂടൻ അങ്ങനെ പുറത്തിറങ്ങി. ഇനി തളക്കണം കൊണ്ടുപോയിട്ട്. അല്ല ഞാൻ പേജിൽ പോകണ്ടല്ലോ. ഒന്നേടിയും പോണ്ട. എന്ത് ചെയ്താണെന്നറിയോ, ബേച്ചാത്തിന് എന്തെങ്കിലും സ്കൂട്ടർ ഉണ്ടല്ലോ, ബേച്ചാത്തിന് നിന്ന് മറ്റേ ഇത് എടുത്തിട്ട് വരാൻ 3D മാറ്റ് വാങ്ങിച്ചിട്ടുണ്ടല്ലോ, അത് ഇതാക്കിയിട്ട് അതും കൂടെ വരുന്നത് കയറ്റാം. ഇപ്പൊ തന്നെ കയറ്റാനാ? എന്തായാലും ചെയ്താലോ. പിന്നെ അടുത്ത ചോദ്യം എൻ്റെ ഇതാണ്, ഇത് മൂടണോ എന്താ ചെയ്യണ്ട? അത് ഞാൻ ഒരു ബെഡ്ഷീറ്റ് എന്തെങ്കിലും എടുത്തിട്ട് വരാം. അപ്പച്ചൻ്റെ അടുത്ത് ഞാനേ ഇതാ അപ്പച്ചൻ വീട്ടിലേക്ക് വരുമോ? എന്നാ നീ വണ്ടി എടുത്തിട്ട് നേരെ അങ്ങോട്ടേക്ക് വിട്ടോ, അപ്പച്ചൻ്റെ അടുത്തേക്ക്. മറ്റേ ഫോൺ കൂടെ ഒന്ന് തരാമോ, എന്തെങ്കിലും വീഡിയോ എടുക്കാൻ? ഞാൻ ഇതല്ല. അപ്പോൾ ഞങ്ങളെന്നാൽ പോയിട്ട് ആ മാറ്റും മറ്റേ ഇതും എടുത്തിട്ട് വരാം. ഓക്കെ. അതല്ല എന്താ മാറ്റ്? അതല്ല ഞാനും വെച്ചാനും കൂടെ വരികയാണെങ്കിൽ ഒരു കാര്യം കൂടി ഇതാക്കണം. ഒരു കാര്യം കൂടി ഇതാക്കണം. ഞാൻ എന്തായാലും അവിടെ നിർത്തുന്ന അമ്മയ്ക്ക് വണ്ടി എന്താ കാണണമെന്ന് പറഞ്ഞില്ലേ, നിങ്ങൾ വേഗം പോയിട്ട് ഇതാക്കി. എന്നാ പിന്നെ ഇതിനകത്ത് എടുത്തിട്ടാ പോരെ? മതി. എന്നാലും ബൈക്ക് എടുക്കണല്ലോ. ഒരു ഓക്സ് കേബിൾ എടുക്കണേ. അത് അവിടെ ഉണ്ടെന്ന് തോന്നുന്നു. അവിടെ കൂട്ടുകാരി, നമ്മുടെ വണ്ടി കിട്ടിയിരിക്കുകയാണ്. പവർ സ്റ്റിയറിംഗ് ഫ്ലൂയിഡ് കുറഞ്ഞു പോയതാണ് പറ്റിപ്പോയത്. ഇപ്പൊ സ്മൂത്തായി. പോവല്ലേ? എന്തൊക്കെയോ പൊട്ടുന്നു ചെയ്തതൊക്കെ. അങ്ങനെ വണ്ടിയെ തിരിച്ച് വീട്ടിലേക്ക്. AC എല്ലാം നല്ല പൊളപ്പനായി വർക്കാവുന്നുണ്ട്. ക്ലച്ച് പുത്തൻ ക്ലച്ച് ആയതുകൊണ്ട് ഭയങ്കര ഫ്രീ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫ്രീ ആണ്. ഇനി ഇവനെ കൊണ്ട് സുരക്ഷിതമായി ഓടിക്കണം.
ഈശോയെ ഈശോയെ സ്തോത്രം. ഞാനാണ് വീഡിയോ എടുക്കുന്ന കാര്യം തന്നെ മറന്നുപോയി നോക്കിയിട്ട്. വണ്ടി ഒന്ന് മനസ്സറിഞ്ഞ് ഓടിക്കും. അമ്മ വണ്ടി കാത്തിരിക്കും. എന്റെ അമ്മേ, എന്റെ ചക്കരയുടെ പേപ്പർ ശരിയായിരുന്നു. നമുക്ക് നാളെ ഇവിടെ കൊണ്ടുപോകായിരുന്നു. അതല്ല, ഇതിന്റെ ഫോട്ടോ എടുത്ത് ആ സീനാന്റിക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് അമ്മ എടുത്ത ഫോട്ടോ എടുത്തോ? എന്റെ അടുത്ത് ക്യാമറ ഇല്ല. ഒരു ഫോട്ടോ എടുത്തോ ഇതിന്റെ. പോയിട്ട് വരാം. ആ അമ്മ വേണമെങ്കിൽ വന്നോ, ബേച്ചാതിനുണ്ട് വണ്ടിയിൽ വരുന്നതിന് വാ. പിന്നെ സാറില്ല, ഞാൻ എന്റെ മിറ്റ ഞാൻ ബെഡ്ഷീറ്റ് എടുത്തോണ്ട് കൊടുക്കട്ടെ. പോയിക്കോ. ഇത് പണ്ടത്തെ പോലെ തന്നെ. ഞാൻ പോട്ടെ. അമ്മയ്ക്ക് ഒത്തിരി സന്തോഷം. അമ്മയ്ക്ക് ഈ വണ്ടിയോട് എന്തൊക്കെയോ അറ്റാച്ച്മെന്റ് ആണ്. നാല് സൈഡിലും ഞാൻ നോക്കിക്കൊണ്ടേ ഇരിക്കുക. ചേട്ടാ പൊക്കോ. അവര് റീടെസ്റ്റ് കഴിഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് ഫുള്ളി 4 വശത്തും ശ്രദ്ധയോടെ കൂടിയാണ് കൊണ്ടുപോകുന്നത്. ഒരു ഇതുപോലും നമ്മുടെ വശത്തുനിന്ന് പറ്റരുത്.
കിട്ടുന്നുണ്ടോ ഈ സ്റ്റിയറിങ്ങിന്റെ ഇടയിൽ ഇതായിട്ട്. റോഡ് ലേശം മോശമാണ്, അതുകൊണ്ട് ഒരു ശ്രദ്ധിച്ചു പോയില്ലെങ്കിൽ നമുക്കൊരു ധൃതിയില്ല. പതിയെ പോയാൽ മതി, എല്ലാ വണ്ടികളും പൊക്കോട്ടെ. ഒക്കെ ഇട്ട് നല്ല പളം. എനിക്ക് പെട്ടത് മറ്റേ ബെല്ലാരി പടത്തിനടുത്ത് രാജമാണിക്യത്തിലെ ഡയലോഗാണത്. ഈ വണ്ടി വാങ്ങിച്ചിട്ട് മര്യാദയ്ക്ക് ഒരു AC ഇട്ട് ഇതുവരെ ഓടിച്ചിട്ടില്ല, ആദ്യമായിട്ടാണ് ഇങ്ങനെ നിർത്താതെ മൊത്തം AC ഇട്ട് പൊളപ്പനായി പോകുന്നത്. ചെറിയ ചില സമയത്ത് പവർ സ്റ്റിയറിങ്ങിന് ഇതൊക്കെ ഒച്ചയൊക്കെ കേൾക്കുന്നുണ്ട്. കാരണം പവർ സ്റ്റിയറിങ്ങിന്റെ ഇത് ആദ്യമേ തൊട്ടുണ്ട് നമ്മുടെ വണ്ടിക്ക് പവർ സ്റ്റിയറിങ്ങിന്റെ ഒരു പ്രശ്നം. അപ്പോൾ നോക്കിയിട്ട് കാര്യമില്ല. ഭാവിയിൽ നമുക്ക് ഇനി ഈ ഇതിന്റെ രജിസ്ട്രേഷന്റെ ക്ഷീണമൊക്കെ മാറിക്കഴിയുമ്പോൾ നമുക്ക് പതിയെ നോക്കാം ഇതിലൊക്കെ പരിഹാര മാർഗങ്ങൾ. ശരാ, വലിയ ബസ് വരുന്നുണ്ട്, വേഗം പോട്ടെ. വിശ്വാസം ഇപ്പത്തെ സാഹചര്യത്തിൽ ബസ്സൊക്കെ കാണുമ്പോൾ ഒരു ഭയമാണ്. ഒരൊച്ചയില്ല, ഇതുമില്ല. ആക്സിലൊക്കെ മാറ്റിയപ്പോൾ തന്നെ ഫുള്ള് സ്മൂത്തായി. സ്മൂത്ത് ഉദ്ദേശിക്കുന്ന തിരിക്കുമ്പോഴൊക്കെ ഒരു പിടുത്തം ഉണ്ടായിരുന്നു, ആ പിടുത്തം പോയി കിട്ടിയിട്ടുണ്ട്. നല്ല സ്വന്തം വണ്ടിയെ പൊക്കി അടിക്കുക, വേറെ ഒന്നും എനിക്ക് നിമിഷം പറയാനില്ല. ഫുള്ളും ആസ്വദിക്കുകയാണ്. ഒന്ന് ഇന്റീരിയർ ഒന്ന് പോളിഷ് ചെയ്യണം, കാരണം മൊത്തത്തിൽ മങ്ങിയിട്ടുണ്ട് ഇത്രയും കാലത്തിൻ്റെ ഒരു ഇതിൽ. അപ്പോൾ മോട്ടോമാക്സും കാര്യങ്ങളും അത് അവിടെ നിന്ന് അവർ തന്നതാ. അപ്പോൾ ഇത് വെച്ചിട്ട് എങ്ങനെ ഒന്ന് പോളിഷ് ചെയ്ത് നോക്കാം എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാകുമോ എന്നുള്ളത്. ഇതും കൂടെ പൊന്ന ദേശീയുടെ ഒച്ചയാണോ ഈ ഫാനിന്റെ? AC-യുടെ ഫാനിന്റെ
ഞാൻ ഇപ്പോൾ ഓർത്തപ്പോഴാണ് ഈ കാറിൻ്റെ ചാവിയും കൂടെ എടുത്താൽ ഈ സൈഡിലേക്ക് കയറ്റിയിടാം. എടാ ആകെ തുള്ളി പെട്രോൾ ഉണ്ടാവുള്ളൂ, അതും കൂടെ കത്തിച്ച് കളയണ്ട. ഓ ഇത് നീ ഇത്ര നേരം ഓണാക്കി വെച്ചിരിക്കുന്നു. എന്തിന്? അതാണോ ഞാൻ ഇതിന്റെ ഇത് ഓണാക്കി വെച്ചിട്ട് എന്തേലും പറഞ്ഞോ? ഞാൻ ഫുള്ളും വണ്ടി ഓടിച്ച് എന്താല്ലേ ഈ ഇതിന്റെ ചാവി എടുത്താൽ മതിയായിരുന്നു അല്ലേ? എന്നാ ഇത് മൂലയിലോട്ട് മാറ്റിയിടായിരുന്നു. എടുത്തില്ല. ഇല്ല, ഞാൻ ഈ വണ്ടി ഇപ്പറയാന്ന് എന്റെ മനസ്സിലുണ്ടായിരുന്നേ. എങ്ങനെയാണോ ഒരു വണ്ടി ഇടുന്നത്? ഈ തീരുമാനം എങ്ങനെ ഉണ്ടായിരുന്നു? അത് നല്ലായിരുന്നു. ആദ്യം നിങ്ങൾ ഇതും ബ്ലാക്ക് ആക്കുക. അത് പൊന്നം പറഞ്ഞത് ഞാൻ ഇതോട് ബ്ലാക്ക് ആക്കിയ കോമഡിയായി. വേറെ ബാക്കിലില്ല, ഇതിന് ഒറിജിനൽ എസ്റ്റിന് ബാക്കിൽ ലോഗോ ഉണ്ടായിരുന്നില്ല. അപ്പൊ അവരോട് ബാക്കിൽ ലോഗോ കൊടുത്തിട്ടില്ല. ഇനി 1-2 പരിപാടി ഉണ്ട്. ഇത് എപ്പോഴാ കൊണ്ട് ഇതെന്നാ ഈ ദിവസങ്ങളിൽ എന്തെങ്കിലും ഇത് കാണിക്കാം. ഇവിടെ രണ്ടോ ഇതുണ്ടായിരുന്നു, ഹോൾ ഉണ്ടായിരുന്നു. അതിലൂടെ ഇങ്ങനെ കവർ ചെയ്തായിരുന്നു. ഇവിടുത്തെ കവർ പോയില്ല, ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ വലിയ വെട്ടുണ്ടായിരുന്നു. ഇത് വെച്ചെന്തോ ഇങ്ങനെ കൊണ്ടു നടക്കുന്നതാണ് രസം. ഈ ബ്ലാക്ക് റിമ്മ് വെച്ചിട്ട് വണ്ടി ഇങ്ങനെ ഓടുന്ന കാണുമ്പോൾ രസമുണ്ട്. മറ്റേത് ഇട്ട് കഴിഞ്ഞാലും രസമായിരിക്കും, കുറച്ചും കൂടെ സ്റ്റോക്ക് ലുക്ക് ആവും. കറപ്പടിക്കുമ്പോ ചോദിച്ചാ ഇനി നമ്മൾ മുടക്കാനുള്ളുണ്ട് വെച്ചാണ്ട്. പക്ഷെ എനിക്ക് അവരുടെ മൊത്തത്തിലുള്ള ഒരു വർക്ക് കാര്യങ്ങൾ എന്തൊക്കെ ഇതിന്റെ കണ്ടോട് തട്ടിപ്പൊടിച്ചു കിടന്നേക്കും. ഇത് ഊരിപ്പോവാനായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇത് പുള്ളി ഫ്രണ്ടിലോട്ട് അങ്ങനെ എടുത്തപ്പോൾ ഊരിപ്പോവാനെ പുള്ളി അങ്ങനെ അറിയാം ഊരിപ്പോയെന്ന്. ഈ പുള്ളി ഫ്രണ്ടിലോട്ട് അങ്ങനെ പോയി എടുത്തപ്പോൾ തട്ടിപ്പോയതാണെന്നാണ് എൻ്റെ ഒരു ഊഹം. ഇതില്ല ആത്മാർത്ഥത കുറവ്. ഇവിടെ നടക്കുന്ന അതിനകത്ത് എഴുതാം കളർ മാറ്റി. ഇവിടെ മാത്രമേ ഉള്ളൂ, വേറെ ബാക്കിലും ബാക്കിൽ അതിന് മുതലാളി വന്നാലേ നടക്കുള്ളൂ. ഇത് വണ്ടിയേ ഒന്ന് വൃത്തിക്ക് കഴുകണം. ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അവിടെ. മൊത്തത്തിൽ കാണുമ്പോ എങ്ങനെയാണ് ഞാൻ നോക്കുന്നത്? ഇത്ര പഴയ വണ്ടിയല്ലോ, അപ്പൊ ചെറിയ പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ അത്ഭുതമുണ്ട്. ചേച്ചാ AC ഇട്ടിരുന്നല്ലേ ചേച്ചാ? എന്താ ഉള്ളിലൊന്ന് കേറി പുറകിൽ അന്ന് ഇരുന്നില്ലായിരുന്നല്ലോ. ആ വള്ളികൾ എന്താ ഒരു വള്ളി അങ്ങോട്ട് അത് എടാ ഓക്സ് കേബിൾ എവിടെയാ നോക്കിയിട്ട് കണ്ടില്ല കേട്ടോ. ഇവര് മോട്ടോമാക്സ് ഇട്ടാണ് പോളിഷ് ചെയ്യുന്നത്. അത് തന്നതാ, എല്ലാ വണ്ടിയും കൊടുക്കുന്നതോ. അവിടെ അതേലും കിട്ടിയില്ല വെച്ചാ. ആഹാ ഇനി നമുക്ക് അത്യാവശ്യം യാത്രകൾ ചെയ്യാലോ ഇതുകൊണ്ട്. ഇനിയെങ്കിലും ഓടിക്കോ? പേപ്പർ കെട്ടട്ടെ, നമ്മള് പറത്തും. ഈ ബൾബ് ഒന്നും കാരണല്ലേ. അതിനിപ്പോ എങ്ങനെയാ പാട്? ഇത് ഊരിയെടുത്താൽ മതി. ഊരാൻ പറ്റുമായിരിക്കും, അവിടെ ഇളക്കിയ കിട്ടുമായിരിക്കും. അയ്യോ സീറ്റൊക്കെ വർക്ക് നന്നായിട്ടുണ്ട് അല്ലേ? ഉണ്ട്. ഇതെങ്ങനെയുണ്ട് കൈ? അത് ഞാൻ നോക്കിയില്ല. രാജാവിന് വഴിയൊരുക്കടേ. ഇത് നമ്മള് സീറ്റ് എന്ത് ചെയ്യണമായിരുന്നു അറിയോ? ഇത് കുറച്ച് ഇങ്ങനെ സ്കൂപ്പ് ചെയ്തെടുത്ത ഉള്ളിലേക്ക് ആക്കണേ. എന്താണെന്നറിയോ, ഇതിന് തൈ സപ്പോർട്ട് ഇല്ല, കുറവാ. നമ്മളിങ്ങനെ നോർമൽ ഇരിക്കും, തൈ ഇങ്ങനെ വരുന്നു, മുന്നോട്ട് വരും. അല്ല ഇങ്ങനെ അങ്ങനെ ഇരിക്കലും നമ്മൾ ഒരിക്കലും ഇങ്ങനെ ഇരിക്കില്ലല്ലോ. അതെന്ന് വെച്ചാൽ ഇത് അത് നമ്മൾ ചെയ്ത് ഓർത്തില്ല. ഇത് നമ്മൾ ഉള്ളിലോട്ട് എടുത്തിട്ട് നമുക്ക് സുഖമായിട്ട് നമുക്കിതൊക്കെ മതി. ഓ ഇനി ഇതൊക്കെ മതി. ഇതില് വലിയ ഇനി അടുത്ത 15 കൊല്ലം കഴിയുമ്പോൾ വീണ്ടും നോക്കാം. 15 അല്ല 5
അതിനുള്ള കൊടുത്ത് ഒഴിവാക്കണം. ഓക്കെ അല്ലേ? ഇതൊക്കെ ഇപ്പൊ എന്താ ചെയ്യാൻ പറ്റും? ഇതില് നമുക്കൊരു പണി കേടാ, ഇതില് കട്ട് ചെയ്തിട്ട് സ്റ്റിക്കർ ഒട്ടിച്ചാലോ? അത് ചിലപ്പോ നല്ലതായിരിക്കും അല്ലേ? ഒരു ബ്ലാക്കും എല്ലാം ചെയ്ത്. പക്ഷെ ഇതിന്റെ ഇത് കണ്ടോ, ഇതിനൊക്കെ ഒരു ഇളക്കുണ്ട്. ഇതുണ്ട് അതുണ്ട്. പക്ഷെ ഞാൻ ഇത് കാണാൻ ഒരു പത്തിരുപത് ഫുള്ള് സ്റ്റിക്കർ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ രസമാണ്. അടിച്ചു പൊളിച്ചെടുക്കും. പക്ഷെ എന്താന്ന് പറയുക, ഇതുണ്ടോ, ഇതാണ് ഒരു സന്തോഷം. അപ്പൊ നമുക്ക് എന്താ ഇവിടുന്ന് നീക്കാം. ഇറങ്ങും, പക്ഷെ കയറാൻ നേരത്താണ് പോട്ടെ പോട്ടെ പോട്ടെ. ചെയ്തായിരുന്നു. അതൊക്കെ നന്നായിട്ട് കിട്ടുന്നുണ്ടോ? നമ്മൾ തിരിച്ചു മാറണം. കുറച്ച് ഇവിടെ സ്കൂപ്പ് ലോമ പ്രശ്നമാവില്ല. അതെന്താണോ, ഈ രണ്ടാമത് കുറച്ച് കട്ടിയും കൂടെ കൂടി കിട്ടുമ്പോ അവിടെ കുറച്ച് ആ സ്ലീപ്പ് കൂടി വന്നിട്ടില്ല തന്നെ മുമ്പ്. എനിക്കതിന് കുഴപ്പമാണ്. എന്താണെന്നറിയോ, സ്വന്തം പറഞ്ഞിട്ട് ഞാൻ നീ ഇവരോട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വണ്ടിയും കിട്ടില്ല. ഓരോന്നിൽ ഓരോ സ്റ്റൈലാണ്. മറ്റേതിന് വേറെ സ്ഥലം കൊടുക്കുക. അല്ല എവിടെ നിൽക്കും ഇങ്ങോട്ട് ഇതിലെല്ലാം വരില്ല. ഈ തൽക്കാലം പിരിഞ്ഞ് ഇവിടെ നമുക്ക് നാളെ വന്നിട്ട് ഇതാക്കാം. നാളെ വഴിയിലേക്ക് മാറാം. വണ്ടി ഓടിച്ചില്ല, വണ്ടിയൊന്നും ഓടിച്ചില്ല. ആക്കിടാം നിങ്ങളെ കുറിച്ചപ്പോഴേക്കും ഫ്രണ്ടിൽ നിന്ന് പോയി നോക്കിച്ചാ അത് യാത്ര പോയി നോക്കുക. ഞാൻ ബാക്കിൽ ഇരിക്കട്ടെ. ഞങ്ങളെന്തിനാ ബാക്ക് യാത്ര? നമുക്ക് വലിയ ഉന്തി ഉന്തി വരാലോ. അത് പേടിക്കണ്ട, നമ്മളിപ്പോ തന്നെ വരുമല്ലോ. എന്നാ മറ്റേ പവർ സ്റ്റിയറിംഗ് ഫ്ലൂയിഡ് വെച്ചപ്പോഴേക്കും ഉണ്ടല്ലോ, പവർ സ്റ്റിയറിംഗ് സെറ്റായി. ആദ്യം കുടുക്കായിരുന്നു. വന്നാ പുത്തൻ വണ്ടി വന്ന എന്നാ എന്ത് കഴപ്പ കാണിക്കുന്നേ. ഞാനാണ് സീറ്റ് ബെൽറ്റ് പോലും അയ്യോ ഒന്നുമില്ലടാ, ഒന്ന് ഓടിച്ചു നോക്കിയതാ. പറഞ്ഞതേ ഉള്ളൂ. അങ്ങോട്ടേക്ക് പോകുന്നില്ല. ആ ഡിക്കിയുടെ ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ മാറ്റണം. പൊന്നെ എ സി ഓഫ് ആക്കിയതാണ് തണുപ്പ് കുറഞ്ഞോ? ഈ തോന്നിയാണോ? ആ രണ്ട് ചാട്ടം ചാടിയപ്പോഴേക്കും. അതെ അതെ അതെ, ആ കാണുന്നു. ആ ഫുള്ള് ബാക്കോട്ടേക്ക്. ഓ പൊന്നെന്താ ശ്രദ്ധയില്ലേ പൊന്ന? ഇത് പൊന്നെ വളഞ്ഞ വഴി എന്തിനാ നോക്ക് പൊന്നെ, മറ്റേ ഉള്ളിലോട്ട് കയറ്റിക്കൂടെ? പൊന്നെ ഇപ്പൊ എന്താ കാണിക്കാൻ ഉദ്ദേശിക്കുന്നേ? ആ വളക്കി നേരെ തിരിച്ചോടിക്കേ. പോട്ടെ ആ പോട്ടെ, കുറച്ചും കൂടെ തിരിച്ചോടിക്കേ. ഇല്ല അത് കുഴി പോവും. ഇത് അടയ്ക്കടാ. മുതലാളിക്ക് വണ്ടി ഓടിക്കാറില്ല ചോദിച്ചാ? മുതലാളിക്ക് സ്വന്തമാക്കാൻ മാത്രമേ അറിയത്തുള്ളൂ. എ സി നോണൊക്കെ വെച്ചാ അതെ.
തണുപ്പ് വരുന്നുണ്ടോ? നേരത്തെ 2 ചാട്ടച്ചാടി തണുപ്പ് നിന്ന പോലെ ഒരു തോന്നൽ എനിക്ക്. തണുപ്പ് നേരത്തെ വന്നായിരുന്നു, നല്ല ഉണ്ടായിരുന്നു. പിന്നെ ഇളക്കിയ വന്നെ കംപ്രസർ. തണുപ്പുണ്ടല്ലോ. ഇല്ല തണുപ്പ് വരുന്നില്ല ഇപ്പൊ. അതെ എനിക്കിവിടെ തണുപ്പുണ്ട്. പൊന്നെന്താ കളിക്കുന്ന പൊന്നായി വട്ടുകളി? എനിക്ക് ഒരു ഐഡിയ ഇല്ല ഞാൻ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പൊന്നെ അവിടെ മര്യാദക്ക് റിവേഴ്സ് വരുത്താ വെച്ചാ മതി. നീയോ വരുന്നു പൊന്നെ കാര്യം ചെയ്യും, വലത്തോട്ടേക്ക് ഓടിക്കുക, എന്നിട്ട് റിവേഴ്സ് വെച്ചിട്ട് ഇതാക്ക. പൊന്നെ കിണിച്ചിട്ട് കാര്യമില്ല, പൊന്നെ ചെയ്യേ. എന്നെ വണ്ടി ഓടിക്കാൻ പഠിപ്പിച്ച എന്റെ ആശാനാണെങ്കിൽ ഒരുമാതിരി വട്ടുകളി കളിക്കുക. നേരെ റിവേഴ്സ് എടുക്കുക. പോട്ടെ നേരെ റിവേഴ്സ് നേരെ റിവേഴ്സ് പോട്ടെ. ഇനിയും പോണം. ആ മതി. ഓടിച്ചങ്ങ് കയറ്റിക്കോ. പോട്ടെ. അതാ മലയാളി ശരിയല്ല കേട്ടോ ആള്. മുതലാളി നിന്റെ ക്ലച്ചിന്റെ പിടുത്തൊക്കെ മറ്റേ കാറ് പോലെ. അതാ പറഞ്ഞേ. താഴെയല്ല നാട്ടില്. എന്താ വിഷയം എന്നറിയടാ, എന്റെ ചെരുപ്പ് ഇതിന്റെ മേളിലുള്ള മറ്റേ ആ ബോർഡില് വയറിൽ തട്ടി. ഇനിയൊക്കെ പറഞ്ഞാ മതി. ഇന്നലെ വെച്ചാ നീ ആകെ പറഞ്ഞോ, ഒരു കാര്യമില്ല. സന്തോഷം. ഞാനതല്ല, വണ്ടി പുതിയതാണെങ്കിൽ ഒച്ചകളൊക്കെ പഴയ ഒച്ചകളെ. കേറും തോന്നില്ല കേട്ടോ. കേറി. അമ്പാ ഇപ്പൊ AC വരുന്നുണ്ട്. ഈ പാട്ട് എന്താന്നുള്ളത് മനസ്സിലാവുന്നില്ലല്ലോ. ഇത് വർക്കിംഗ് ആണ് പാട്ടിന്റെ കാര്യേ. ഇതിന്റെ മറ്റേ ആന്റിനെ കണക്ട് ചെയ്തിട്ടില്ല തോന്നുന്നു. ഇല്ല സ്പീക്കറിന്റെ നമുക്ക് കുറച്ച് പെട്രോൾ ഉണ്ടെന്ന് വിളിക്കണം. അത് റേഡിയേറ്റർ എന്ന് തോന്നുന്നില്ലേ? ഐഡലിംഗ് ഒക്കെ നോർമൽ ആയില്ലോ. അതൊക്കെ 500-ലായി. ഇത് ആന്റിന അതെങ്ങനെയാ? അവിടെ സൈഡിൽ ബട്ടൺ ഉണ്ട്. ആ പണ്ടത്തെ അതല്ല അതെ. അതാണ് പഴയ ആന്റിനയുടെ ബട്ടൺ. അതില്ല, അത് അതിന്റെ പോയി കിടക്കാന്ന് പറഞ്ഞ. നമ്മൾ മാനുവലി ലോക്ക് ചെയ്യേണ്ടി വരും. അതായി ഇവിടെ ഇല്ല. എന്താ വണ്ടി ഇത് ഒരെണ്ണം ശരിയായപ്പോ ഇത് നോക്ക്. അതിന്റെ കാര്യം വിടാം, അത് നമുക്ക് പിന്നെ കഴുകി വൃത്തിയാക്കാം. ഇതിന്റെ പോളിഷ് ചെയ്താൽ തിരിച്ചു വരും. പെയിന്റ് ഒന്നും കൊമളിക്കുന്നില്ല അല്ലേ? ഇത് ഫാക്ടറി സാധനമാണ്. ഇപ്പൊ കൊമളക്കാൻ സമയമാവുന്നുള്ളൂ. അല്ല പൊടി മയം കണ്ടോ? ഇപ്പത്തിന്റെ ഇവിടെ പൈപ്പ് ഉണ്ട്, പൈപ്പ് എടുത്തിരുന്നു കുറച്ച് വെള്ളം. അവസാനം വേണ്ട. വണ്ടി താൽക്കാലികമായി കിട്ടിയ പാടത്തന്നെ ഇനി MVD കാണിച്ച് അതെ. ഇന്ന് ദിവസം എന്നാ നമുക്ക് വണ്ടി കിട്ടിയത്? 22 2അല്ല 3അല്ല ഇന്ന് 22 വെച്ചാ. എന്തായാലും ആ 2 ദിവസങ്ങൾക്കിടയിൽ ഏതൊരു ദിവസമാണ്. താഴെ ഇവിടെ
എങ്കിട്ട് നിൽക്കടാ